പെസഹ ദിവസമാണ്. പെസഹ വ്യാഴവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ വിവിധ പള്ളികളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. നമുക്ക് കൊച്ചിയിലേക്ക് ഒന്ന് പോകണം. അവിടെ ഡാനി ഇപ്പോൾ ഉണ്ട്. ഡാനി, കൊച്ചിയിൽ ഏത് പള്ളിയിലാണുള്ളത്? ഇപ്പോൾ ചടങ്ങുകൾ ഏത് ഘട്ടത്തിലാണ്? രഞ്ജിത്ത്, പെസഹ വ്യാഴവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകൾ ദേവാലയങ്ങളിൽ ആരംഭിച്ചു. വിവിധ ദേവാലയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുർബാന അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. വൈകാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ കാൽകഴുകൽ ശുശ്രൂഷയിലേക്ക് അടക്കം പ്രവേശിക്കും. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭാഗമായ സിർമലബർഗയുടെ ഭാഗമായ സെന്റ് മേരീസ് കോൺവെന്റ് ചാപ്പലിലാണ് നമ്മളുള്ളത്. ഇവിടെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇന്ന് പ്രധാനമായും തന്നെ സിറോ മലബാർ സഭയുടെ തലവൻ കൂടിയായ മേജർ ആർച്ച് ബിഷപ്പായ റാഫേൽ തട്ടിൽ ഇരിങ്ങാലക്കുട താഴേക്കാട് സെന്റ് സെബാസ്റ്റ്യൻ മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ പള്ളിയിലായിരിക്കും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിവിധ ദേവാലയങ്ങളിൽ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. വരാപ്പുഴ അതിരൂപതയുടെ സ്ഥാനത്ത് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ വൈകിട്ട് 5-ന് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിലായിരിക്കും ചടങ്ങ് നടക്കുക. ഓർത്തഡോക്സ് യാക്കോബായ പള്ളികൾ ഉച്ചയ്ക്ക് ശേഷം നടക്കും. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ക്രിസ്തുദേവൻ തന്റെ 12 ശിഷ്യന്മാരുടെയും കാലുകൾ കഴുകി, എളിമയുടെയും സഹനത്തിന്റെയും പ്രതീകമായി അദ്ദേഹം അവരുടെ കാലുകൾ കഴുകി തുടച്ച് കാലുകളിൽ ചുംബിക്കുന്നു. ഒപ്പം തന്നെ പെസഹ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കൂടിയാണ് പെസഹ ദിവസം. പെസഹ എന്ന വാക്കിന്റെ അർത്ഥം കടന്നുപോകൽ എന്നാണ്. ഈ ദിവസം കുർബാന സ്ഥാപിച്ച ദിവസം കൂടിയാണ്. അങ്ങനെ പലതുകൊണ്ടും വിശ്വാസികൾക്ക്, കത്തോലിക്കർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകൾ ഓരോ ദേവാലയങ്ങളിലും പുരോഗമിക്കുകയാണ്. അല്പസമയം കൂടി കഴിയുമ്പോൾ നമ്മളുള്ള ഈ സെന്റ് മേരീസ് കോൺവെന്റ് ചാപ്പലിലെ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ കാൽകഴുകലിലേക്ക് അടക്കം പ്രവേശിക്കും. അതാണ് പെസഹ വ്യാഴവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് വിവിധ പള്ളികളിൽ. നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട, ഞങ്ങളിപ്പോൾ ആലപ്പുഴയിലാണുള്ളത്, ആലപ്പുഴ ബീച്ചിലാണുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സമർപ്പണം ഇന്ന് ആരംഭിക്കും എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർമാർക്ക് മുമ്പാകെയാണ് പത്രിക സമർപ്പിക്കേണ്ടത്. രാവിലെ 11 മുതൽ വൈകിട്ട് 3 മണി വരെയാണ് പത്രിക സ്വീകരിക്കുന്ന സമയം. ഏപ്രിൽ 4-നാണ് പത്രിക സ്വീകരിക്കാനുള്ള അവസാന തീയതി. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം അവധി ദിനങ്ങളായ മാർച്ച് 29, 31 തീയതികളിൽ പത്രിക സമർപ്പിക്കാനാവില്ല. സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5-ന് നടക്കും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി അത് ഏപ്രിൽ 8-ആണ്. കേരളത്തിന് പുറമെ 12 സംസ്ഥാനങ്ങളിലും 2ാം ഘട്ട നാമനിർദ്ദേശ പത്രികകളുടെ സമർപ്പണം തുടരും എന്നുള്ളതാണ്. നമുക്ക് ഈ മറ്റു ചില സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങളിലേക്ക് കൂടി ഒന്ന് പോകണം. മലപ്പുറത്ത് വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. മലപ്പുറവും പൊന്നാനിയും മറ്റും UDF-ന്റെ പ്രധാന പ്രചരണായുധം CAA തന്നെയാണ്. അതായത് മലപ്പുറത്തെ UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ സംസാരിച്ചിരുന്നു ന്യൂസ് 18നോട്. CAA അടക്കമുള്ള നിയമങ്ങൾ മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടാണെന്നാണ് വ്യക്തമാണെന്ന് മലപ്പുറത്തെ UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. കോൺഗ്രസ് പ്രതിരോധിക്കും പോലെ BJPയെ ചെറുക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചിട്ടില്ല. ഭരണത്തിലെ ദൌർബല്യങ്ങളും വീഴ്ചകളും മറക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷം ഇത്തരം പ്രചരണം നടത്തുന്നതെന്നും ET ന്യൂസ് 18നോട് പറഞ്ഞു.